Hello guys, happy Friday. Um, so it was on here. I'm in VM karting center in Vanda, in Finland. We have one offer here. Our company offering this game. This is a car racing tournaments. Uh, we're starting just now. I will show you everything what is going on here. Uh, this is place name. This place name is Karting Center in Vanda. Okay, guys. I will show you everything what is going on inside. This is a huge place. It's a nice place. I recommend you guys. You can come and enjoy this game. Okay, I will show you everything. Please come and see. Okay, bye bye. Please like and share, guys. Please subscribe my channel. Okay, happy Friday. Bye. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ ഇത് ഇവിടെ ഇരിക്കാൻ അതുപോലെ ഗെയിം കളിക്കാൻ സൗകര്യമുണ്ട്. ഇത് ഹാളാണ്, കയറി ചെല്ലുമ്പോഴൊരു ഹാളാണ് കാണുന്നത്. അതേപോലെ പൂൾ ടേബിളുണ്ട്, ബില്ലിയാർഡ്സ് കളിക്കാം. നേരം പോക്കിന് നമുക്ക് അവിടെ വന്നിരിക്കുന്നവർക്ക് ബില്ലിയാർഡ്സ് കളിക്കാം. അതിന് €2 ഉള്ളൂ. €2 അതിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ബോൾസൊക്കെ കിട്ടും. അവിടെ നിന്ന് 2 സ്റ്റിക്ക് തരും, അതിൽ കളിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാണ് അത് കാണുന്നതാണ്, നേരെ കാണുന്നതാണ് കൗണ്ടർ പോയിൻറ്റ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റൂ. അവർ QR കോഡ് ചെക്ക് ചെയ്യും. QR കോഡ് നോക്കിയിട്ടാണ് നമ്മൾ അകത്ത് കയറ്റുന്നത്. അപ്പോൾ ഇതാണ് സ്ഥലം, VN കാർട്ടിംഗ് സെൻറ്റർ എന്നാണ് പേര്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. മൊബൈൽ വേണമെങ്കിൽ മൊബൈലിൽ ചെയ്യാം, കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത് പോയത് ഒരു നൈജീരിയക്കാരനാണ്. അപ്പോൾ ഭയങ്കര ഫണ്ണിയാണ്, നല്ലൊരു ആളാണ് പുള്ളി കുറേ നാളെ അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് കൂടുതലിഷ്ടം പഴയ കാറുകളോടായതുകൊണ്ട് ഞാൻ നേരെ ഇതൊക്കെ വിട്ടിട്ട് നേരെ ഞാൻ കോർണർ പോയിന്റിലേക്ക് പോയി. ആ കോർണറിൽ കിടക്കുന്ന ആ കാറ് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഇറ്റ്സ് ഓൾഡ് സ്കൂൾ കാർ, ടൈപ്പ് കാർ, very old, but they keep very nice, very good. Looks great, you see. Paint alladum, everything is good. The tires and the rims, etc. Everything is well, everything is good. Look fresh car. I like this kind of cars. That's why I shoot this video. Then we'll go back to this gameplays. Okay. അപ്പോൾ ഇവിടെ കൗണ്ടർ ഉണ്ട്. കൗണ്ടറിൽ നമുക്ക് പല സാധനങ്ങളും കിട്ടും. പല സാധനങ്ങളെന്ന് മീൻസ് കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ അതുപോലെ ലിക്കർ ഉണ്ട്. അതുപോലെ ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. ബീർ കിട്ടും. അങ്ങനെ ഇരിക്കാനായിട്ട് നല്ല ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നമ്മുടെ KFC സെൻറ്റർ പോലെ തന്നെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. മൊത്തം റെഡാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഇതിപ്പോൾ ഞങ്ങളുടെ ഗെയിം സ്റ്റാർട്ടായി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു, ട്രെയിനിങ്ങും ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞു. ട്രെയിനിങ് കഴിഞ്ഞ് ഒരു റിഹേഴ്സൽ വന്നു, ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു 50 മിനിറ്റ്സ് ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടി. ഒരു ലാപ്പ് ഞങ്ങൾ ഓടിച്ചു വണ്ടി അതിലൂടെ. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സിമ്പിളാണ്, നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ തന്നെയാണ്. ഓരോരുത്തരായിട്ട് വരിവരിയായിട്ട് 1, 2, 3, 4 പോയിന്റുകളിലായിട്ട് നിൽക്കാണ്. ഇങ്ങനെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഒരു ടീമിൽ 4 പേരുണ്ട്. ആ 4 പേര് മാറി ഓടിക്കാം. ഇത് ജസ്റ്റ് ഫണ്ടിന് വേണ്ടി കമ്പനി തന്നിരിക്കുന്ന ഒരു ഓഫറാണ്. വലിയ സീരിയസ് ഗെയിംസ് ഒന്നല്ല. പക്ഷെ നല്ല സന്തോഷം തോന്നി. ഇന്ന് കുറേ പണിയെടുക്കുന്ന ഒരു കമ്പനിയാണ്. കണ്ടമാനം ജോലി ചെയ്ത് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് ഈ കമ്പനിയിൽ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അത് ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റിലൂടെ ആൾക്കാർക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. കാരണം കണ്ടിന്യൂ ജോബാണ്, ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു പണി തന്നെയാണ് ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് നല്ല സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സാധാരണ നമ്മൾ റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കണം. അതിൽ സ്പീഡാക്കണമെങ്കിൽ നമുക്ക് സ്പീഡാക്കാം, മാക്സിമം സ്പീഡ്. പിന്നെ റോഡ് അത്ര വൈഡ് റോഡല്ല, അത് കാരണം അത്ര സേഫ് അല്ല, കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. കുറേ വണ്ടികൾ അങ്ങനെ കൂട്ടിയിടിക്കുന്നുണ്ട്, നമുക്ക് ഓടിക്കാൻ പറ്റാതെ. റോഡ് വൈഡ് അത്രയ്ക്കും വൈഡല്ലാത്തതുകൊണ്ട് നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. വണ്ടി ഓടിച്ചു പോകാൻ ഞാനും ഓടിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി, വളരെ സന്തോഷമായ നിമിഷമായിരുന്നു എന്ന്. എനിക്ക് ഒരു റേസിംഗ് കാർ ഓടിക്കുന്ന ഒരു അനുഭൂതി എനിക്ക് കിട്ടി ഇതിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഫിൻലാൻഡിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ വിനോദങ്ങളിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കുറേ ആളുകൾ റൂമിലും വീടിനുള്ളിലും കുറേ അധികം സമയം ചിലവഴിക്കുന്നുണ്ട്. ഒരുപാട് ഇവിടെ സമയം കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. കാരണം ഫ്രൈഡേ കഴിഞ്ഞാൽ ഓഫാണ്, സാറ്റർഡേ സൺഡേ ഒക്കെ ഓഫാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഓരോ വിനോദങ്ങളിലൊക്കെ വന്ന് പങ്കെടുക്കുക. ഇതൊക്കെ വിൻ്റർ ടൈമിലായാലും ഇത് റണ്ണിങ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് വന്ന് ഒന്ന് കാണണം. അത് ജസ്റ്റ് ഒരു 10 minutes എങ്കിലും ഓടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നല്ലൊരു അനുഭൂതി തന്നെയാണ്. അതിന് നിസ്സാര അധികം പൈസ ആവില്ല. 1 hourന് 1000 euro ആണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ 10 minutes അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം എത്രയാവുന്നുള്ളത്. ഇത് എക്സ്പെൻസീവാണ്, കാരണം കമ്പനി ഓഫർ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.